മലയാളികളുടെ പ്രിയ സംവിധായകനായ മലയാള സിനിമയുടെ അവാർഡ് വിന്നിംഗ് ഡയറക്ടറായ ശ്രീ രഞ്ജിത്തിൻ്റെ പാലേരി മാണിക്യം എന്ന സിനിമയ്ക്ക് ശേഷം പത്മശ്രീ ഭരത് മമ്മൂട്ടി, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാള സിനിമയിലെ താരചക്രവർത്തി മമ്മൂക്കയെ നായകനാക്കി ചിത്രീകരിക്കുന്ന പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് നമ്മളിപ്പം. പ്രാഞ്ചിയേട്ടൻ്റെ വിശേഷങ്ങളും മറ്റും നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. മമ്മൂക്ക, സാധാരണ ഒരു തൃശ്ശൂരുകാരൻ കച്ചവടക്കാരൻ്റെ ഒരു റോളാണ് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന് പറയുന്ന ഈ സിനിമയിൽ. ഇപ്പം മമ്മൂക്കേനെ ഇപ്പം നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. ഇപ്പം മലയാളികൾ, യുവാക്കളും പ്രായഭേദമന്യേ എല്ലാവരും ഒരു ഐഡിയൽ പേഴ്സണാലിറ്റി ഇൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് നോക്കിക്കാണുന്ന ഒരു വ്യക്തിത്വമാണ് മമ്മൂക്ക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്ട്. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് ഇപ്പം ഇതുവരേക്കും ചെയ്ത എല്ലാ സിനിമകളിൽ നിന്നും എങ്ങനെ പ്രാഞ്ചിയേട്ടൻ എന്ന ഈ ക്യാരക്ടർ മമ്മൂക്ക വ്യത്യസ്തമായി കാണുന്നു? ഞാൻ മൈക്ക് രഞ്ജിത്തിനെ ഏൽപ്പിക്കുന്നു. ഫോർവേഡ് ചെയ്തിരിക്കുന്ന ചോദ്യം ഫോർവേഡ് റീട്വീറ്റ്. അതെ, മറ്റ് കഥാപാത്രങ്ങളിൽ എങ്ങനെ വ്യത്യസ്തമാവുന്നു എന്ന് ചോദിച്ചാൽ ആദ്യമായിട്ടാണ് അദ്ദേഹം പ്രാഞ്ചിയേട്ടനായിട്ട് അഭിനയിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. രഞ്ജിത്തേട്ടൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ എന്തുകൊണ്ട് ഇതിന്റെ ഒരു ചിത്രീകരണം ചെയ്യാമെന്ന് വിചാരിച്ചു? ഇപ്പം കച്ചവടക്കാരായ തൊഴിലാളികൾ ഒരുപാട് പേര് കേരളത്തിന് എല്ലാ ഭാഗത്തും ഉണ്ട്. തൃശ്ശൂരിലും നല്ല നസ്രാണികളായ കച്ചവടത്തിൽ ഊന്നി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. തൃശ്ശൂരിൽ എന്തുകൊണ്ടാണ് ഈ ഫിലിം ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു? അത് ഞാൻ ഉത്തരം പറയാം അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കാൻ. ഇത് പ്രധാനമായിട്ട് ഇത് തൃശ്ശൂർക്കാരുടെ ഒരു കഥയാണ്. തൃശ്ശൂർക്കാരുടെ ഒരു കഥ ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ പൂരം കൊണ്ട് എറണാകുളത്ത് വയ്ക്കാൻ പറ്റില്ലല്ലോ. അതും സത്യം. അതുകൊണ്ട് തൃശ്ശൂർക്കാരുടെ ഒരു കഥയായതുകൊണ്ട് തൃശ്ശൂർ ഈ മാർക്കറ്റ്, അരി മാർക്കറ്റിൽ അരിക്കച്ചവടം ചെയ്യുന്ന അരിപ്രാഞ്ചി എന്ന് പറഞ്ഞ ആളാണ് പ്രധാന കഥാപാത്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും അരിപ്രാഞ്ചിയുടെ കഥ നമ്മൾ തൃശ്ശൂർ എടുക്കുമ്പോൾ തൃശ്ശൂർ തന്നെ ഷൂട്ട് ചെയ്യണം. നമ്മൾ മലയാളത്തിൽ വളരെ സത്യസന്ധമായ റിയലിസ്റ്റിക് സിനിമയാണല്ലോ എടുക്കുന്നത്. തൃശ്ശൂർ നടക്കുന്ന സിനിമ തൃശ്ശൂർ എടുക്കും, രാത്രി എടുക്കുന്ന രംഗങ്ങൾ രാത്രി എടുക്കും. നമ്മൾ തൊഴിൽ വളരെ ആത്മാർത്ഥമുള്ള വഞ്ചന കാണിക്കില്ല. ഇപ്പം ചതിയിൽ വഞ്ചനയില്ല. ആയിക്കോട്ടെ, എനിക്കും വഞ്ചനയില്ല. അപ്പം മമ്മൂക്ക എന്ന് പറയുമ്പം മമ്മൂട്ടി സ്റ്റാർ മമ്മൂക്ക എന്ന് പറയുമ്പോ മമ്മൂട്ടി ആയിക്കോട്ടെ. മുട്ടിന് ദൈവമേ തട്ടാണല്ലോ, ചട്ടിയും കലവും മുട്ടിയും തട്ടിയിരിക്കുന്നു പറയുന്ന മാതിരി. നമുക്ക് അപ്പം രാജമാണിക്യത്തിൽ തിരുവനന്തപുരം ഭാഷയില് എന്തിനപ്പി അന്ന തന്നെ എന്നൊക്കെ ചോദിച്ച് ഇതിനകത്ത് അങ്ങനെ ഭാഷയൊന്നുമില്ല. തൃശ്ശൂർക്കാരുടെ നമ്മൾ കേട്ട് പഴകിയ അങ്ങനെ വളരെ ഒരു ഒരു ഭാഷ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു രംഗവുമില്ല. അങ്ങനെ ഒരു തമാശ സിനിമയിലില്ല. തൃശ്ശൂർക്കാരുടെ സാധാരണ തൃശ്ശൂർക്കാരെ സംസാരിക്കും. നമ്മളിവിടെ അങ്ങോട്ടും നാളും ഇങ്ങോട്ടും എന്നാലും കേൾക്കുന്ന ഭാഷയുണ്ടല്ലോ. തൃശ്ശൂർകാരിയാണ്, തൃശ്ശൂർ ഭാഷ നന്നായി കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ തൃശ്ശൂർ ഭാഷയല്ലേ ഇപ്പൊ സംസാരിക്കുന്നത്? അല്ല, ശരിയാണ്. അപ്പൊ കുറച്ചുകൂടെ ഞങ്ങള് തൃശ്ശൂർ ഭാഷ സംസാരിക്കും നിങ്ങളെക്കാളും നന്നായിട്ട്. സമ്മതിച്ചു. അതിനപ്പുറത്തേക്കില്ല. ഞാൻ പറയുന്നത് നിങ്ങളിപ്പോ രാജമാണിക്യത്തിനകത്തൊരു ഫണ്ണുണ്ട് അതിനകത്ത്. ഇതിനകത്ത് ഈ ഭാഷയല്ല ഫൺ. യഥാർത്ഥത്തിൽ ഒരു തൃശ്ശൂർക്കാരന്റെ അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിന്റെ ഒരു നിഷ്കളങ്കതയുണ്ടല്ലോ, നമ്മുടെ ഇന്നസെന്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഇന്നസെൻസ് ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ നർമ്മവും ഈ സിനിമയുടെ ഏറ്റവും വലിയ നന്മയും. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന് പറഞ്ഞ സിനിമയിൽ തൃശ്ശൂർ സ്ലാങ് വരുന്നില്ല. സ്ലാങ് തൃശ്ശൂരാണ് നടക്കുന്നത്. സ്ലാങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തൃശ്ശൂർക്കാർ പോലും അങ്ങനെ പറയില്ല ഞങ്ങൾക്കൊരു സ്ലാങ് ഉണ്ടെന്ന്. അത് സിനിമയിൽ ഒരു ഹൈലൈറ്റ് അല്ല. പക്ഷെ മമ്മൂക്കയുടെ ഒരു ഹൈലൈറ്റ് ആണ് ഏതൊരു ദേശത്തിന്റെ ഒരു ലാംഗ്വേജ് കിട്ടിയാലും നന്നായി അതുമാതിരി ചെയ്യുന്നുള്ളത്. അത് സമ്മതിക്കുന്നു. പക്ഷെ ഈ സിനിമയിൽ അതല്ല പ്രധാനമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരാളുടെ തല്ല് എന്നോട് കൂടല്ലെന്ന് ഞാൻ പറയുന്നത്. ഇതിപ്പോ തൃശ്ശൂർ ഭാഷയാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമം വേണ്ട. ഇത് ഞങ്ങൾ പറയുന്നത് സിനിമയിൽ അതല്ല പ്രധാന ഘടകം. സിനിമയിലൊരു സാധാരണ മനുഷ്യൻ, അതായത് വളരെ ലോ ലെവലിൽ നിന്നും വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരാൾ സമൂഹത്തിൽ പെട്ടെന്ന് വലിയ വ്യവസായ സമുച്ചയത്തിൻ്റെ നേതാവാകുകയും ഒരു വലിയ ആളാകുകയും ധനാഢ്യനാകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആളുകൾക്ക് പണം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശസ്തി വേണം. അപ്പോൾ ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പേര് തന്നെ വലിയ തകരാറാണ്. ഇത്രേ സ്വർണ്ണക്കടയുണ്ട്, അരിക്കടയുണ്ട്, ഫ്ലാറ്റ് സമുച്ചയങ്ങളുണ്ട്, കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട്, പിന്നെ ഷോപ്പിംഗ് മോളുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഫ്രാൻസിസിൻ്റെ പേര് അരിപ്രാഞ്ചി എന്ന്. ഇപ്പോൾ സ്വർണ്ണക്കടയാണെങ്കിലും അത് നമ്മുടെ അരിപ്രാഞ്ചിയുടെ സ്വർണ്ണക്കട, അല്ലെങ്കിൽ ഇത് അരിപ്രാഞ്ചിയുടെ ഫ്ലാറ്റ്, ഇല്ല അരിപ്രാഞ്ചിയുടെ മോള് എന്നല്ലാതെ ഈ ഫ്രാൻസിസ് എന്ന് പറയുന്ന പേര് പോലും ആരും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രാൻസിസിന് അല്ലെങ്കിൽ അരിപ്രാഞ്ചിക്ക് പേര് അരി മാറ്റി അത് വല്ല ഡോക്ടറെന്നോ പത്മശ്രീന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കിയ തിരക്കിട്ടില്ലെന്നൊരാഗ്രഹമുണ്ട്. അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. അതായത് സമൂഹത്തിൽ
സമ്പത്ത് മാത്രം പോരാ, ഒരു സൽപ്പേരുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ കഥയാണിത്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ശ്രമിച്ചോ അല്ലെങ്കിൽ നമ്മൾ മറ്റു മാർഗങ്ങളിലൂടെ നേടാവുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഈ സിനിമയിൽ. അതായത് ഒരു മനുഷ്യന്റെ നന്മ കൊണ്ട് തന്നെ അയാൾ നന്മയിൽ അറിയപ്പെടണം എന്നാണ് നമ്മുടെ സിനിമയുടെ സന്ദേശം. പ്രധാനമായിട്ട് വളരെ അതിനുവേണ്ടിയല്ലേ സിനിമ എടുക്കുന്നത്, ഞങ്ങളൊരു കഥ പറയുന്നത് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം തട്ടും മുട്ടും കിട്ടി, എനിക്ക് നല്ല സന്തോഷമായിട്ട് ഇരിക്കുവാണ്. പ്രിയാമണി ചേച്ചീനെ ഞാനൊന്ന് കൂട്ടുപിടിക്കാൻ അങ്ങോട്ട് തിരിച്ചു തരാം. പ്രിയാമണി വീണ്ടും തട്ട് കിട്ടി. ഇതാണ് ഈ കൈരരിപ്പന്റെ കുഴപ്പം. എന്താ അറിയോ, പന്തായ തട്ട് കിട്ടിയേ ഇരിക്കൂ. ഞാനന്ന് വരുമ്പോ വിചാരിച്ചു എന്തൊരു ഭാഗ്യമാണല്ലേ എന്റെ ഈശ്വര. പ്രിയാമണി മമ്മൂക്കയുടെ ഒപ്പമുള്ള ആദ്യത്തെ പടമാണ്. ഹൗ ഡു യു റേറ്റ് ദിസ്? എങ്ങനെ ഇത് നോക്കി കാണുന്നു? ഹൗ ഇസ് ഹി ടു ആക്ട് വിത്ത്? ഈസ് ഒബ്വിയസ്ലി എ പ്ലെഷർ ടു വർക്ക് വിത്ത്. എനിക്ക് ഒബ്വിയസ്ലി ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ബിക്കോസ് രഞ്ജിത്ത് സാർ എൻ്റെ അടുത്ത് ഫോൺ ചെയ്തിട്ട് ഞാനിങ്ങനെ ഫിലിം ചെയ്യുന്നുണ്ട് എന്ന് മമ്മൂട്ടി സാറിന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഐ ഡിഡ്ന്റ് സേ, ഞാനൊന്നും പറഞ്ഞില്ല. ഐ സെഡ് യെസ് സർ, വെൻ ആർ ദ ഡേറ്റ്സ് എന്നൊക്കെ മാത്രം ചോദിച്ചു. ബിക്കോസ് ഐ ഓൾവേസ് വാണ്ടഡ് ടു വർക്ക് വിത്ത് പീപ്പിൾ ലൈക്ക് മമ്മൂട്ടി സാർ ആൻഡ് മോഹൻലാൽ സാർ എന്നൊക്കെ. സോ ഐ എം ഒബ്വിയസ്ലി വെരി എക്സൈറ്റഡ് അബൌട്ട് ദ പ്രോജക്റ്റ്. ഇപ്പം നാഷണൽ അവാർഡ് കിട്ടിയ നാഷണൽ അവാർഡ് ജേതാവാണ് ഇപ്പൊ പ്രിയാമണി. ഇപ്പം നാഷണൽ അവാർഡ് വിൻ ചെയ്തപ്പം അത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പം ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? ഓഫ് കോഴ്സ് ഹാപ്പിനെസ് ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, പക്ഷേ ആ ഒരു അതിന്റെ ബാക്കിലുള്ള ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ, അതൊക്കെ എങ്ങനെ റേറ്റ് ചെയ്ത് കാണുന്നു? പിന്നെ എന്താ ഉള്ളത്, ചിരി മാത്രമേ ഉള്ളൂ. ഒരു നാഷണൽ അവാർഡ് കിട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സന്തോഷം ഉണ്ടാവും, പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുള്ള ഡെഡിക്കേഷൻ അതൊക്കെ ഉണ്ടാവും. പിന്നെന്താ ഉള്ളത്? അതെ, വേറൊന്നില്ലല്ലോ. പിന്നെ നാഷണൽ അവാർഡ് വയ്ക്കാനുള്ള ഒരു ഫ്രെയിം കൂടെ ഉണ്ടാവും. മേ ബി പ്രസിഡന്റ് ഒപ്പം അവാർഡ് നമ്മൾ ഈ മറ്റേ സിൽവർ ലോട്ടസ് വെക്കാനായിട്ട് നമുക്കൊരു കവർ, എനിക്കൊരു നാഷണൽ അവാർഡ് കിട്ടണം, എന്നിട്ട് ഞാൻ നോക്കാം എനിക്ക് എന്തൊക്കെ ഉണ്ടാവും. ഇപ്പം ഈ പ്രാഞ്ചിയേട്ടന്റെ ആ ഒരു സിനിമയിൽ കർത്താവിന്റെ വലതു കടത്തും രണ്ടുപേരുള്ള മാതിരി പ്രാഞ്ചിയേട്ടന്റെ വലം കൈയും ഇടം കൈയും ആയിട്ട് ടോം ചേട്ടനും ശശിയേട്ടനും അഭിനയിക്കുന്നുണ്ട്. കർത്താവിന്റെ വലം കൈ ഇടം കൈ എപ്പോ കുരിശ കയറ്റിയപ്പോഴും കർത്താവ് കുരിശയിലാണ്. അല്ല, ഈ പ്രിയാമണിയോടുള്ള ചോദ്യം എന്താ വഴിക്ക് വെച്ച് നിർത്തി വന്നത്? ഒരു നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ എന്തായിരുന്നു താങ്കൾക്ക് തോന്നിയത്? Did you feel that you have achieved something or not? No, I haven't felt that I've achieved anything. Okay, ഒരു recognition കിട്ടി, I'm very happy about it. പക്ഷേ obviously responsibilities ഇപ്പോൾ it's doubled, yes. So അപ്പോൾ നമുക്കൊരു if you get a recognition, do you feel that you are getting more responsible or you are more obliged to do more good roles? No sir, it's just responsibility. അത്രേ ഉള്ളൂ. It's not like I'm not obliged that എപ്പോഴും ഞാൻ ഇങ്ങനെ I'll only do ഇങ്ങനെയൊന്നുമല്ല. It's just responsible that വരുന്ന ഫിലിം ഒക്കെ roles should be good, that's all. ഓക്കേ, ഒരു മോശം റോളിലുള്ള പടത്തിൽ അഭിനയിക്കാൻ ഇല്ല, അഭിനയിക്കില്ല. ചെയ്യുന്നതൊക്കെ നല്ല പടത്തിലാണ്, നല്ല റോൾസ് ആണ്, നല്ല ഫിലിംസ് ആണ്. എങ്ങനെ നമ്മൾ റോൾ ജഡ്ജ് ചെയ്യുന്നത്? It is your judicious mind. That is true. And if there's something to the role ഞാൻ ചെയ്യുമില്ലെങ്കിൽ I won't do it. I won't just come for like. എങ്ങനെ നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്, നല്ലതാണോ ചീത്തയാണോ? Gut instinct. Instinct ആണ്. അപ്പോൾ instinct will vary അല്ലേ? It may vary, may not vary. It will. But till now എൻ്റെ instinct everything has worked in my favor. Touch wood. As far as you are concerned. Touch wood, yes. ഇപ്പൊ chat with മമ്മൂട്ടി, fight with മമ്മൂട്ടി എന്നുള്ള പരിപാടിയാവും. നിനക്ക് ഉദ്ദേശമുണ്ടോ ഫൈറ്റ് ചെയ്യാൻ? ഇല്ല, ഇവിടെ ഇരുന്നോളാം. നമുക്ക് വി കം ബാക്ക് ടു പ്രാഞ്ചി. ചേട്ടാ, പെട്ടെന്ന് അങ്ങ് വളരെ നിശബ്ദനായ പോലെ കാണപ്പെട്ടു. ഇല്ലല്ല, ഞാനത് എൻജോയ് ചെയ്യായിരുന്നു. ഇത് എവിടെ ചെന്ന് അവസാനിക്കും നോക്കിയിട്ട് ഇതിപ്പോ ഏതാണ്ട് ഒരു എപ്പിസോഡ് ആയി കഴിഞ്ഞു. പ്രാഞ്ചിയേട്ടൻ എന്നുള്ള സിനിമ തീർച്ചയായും പാലേരി മാണിക്യം എന്നുള്ള സിനിമയ്ക്ക് ശേഷം അപ്പം അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പാലേരി മാണിക്യം കഴിഞ്ഞ വർഷത്തെ മികച്ച ചിത്രമായി സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിച്ചു. മമ്മൂക്ക സംസ്ഥാന അവാർഡ് ഉൾപ്പെടെയുള്ള ഒരുമാതിരി എല്ലാ അവാർഡുകളും ഇനിയിപ്പോൾ നാളെ പ്രഖ്യാപിക്കാൻ പോകുന്ന ഫിലിം ഫെയർ അടക്കമുള്ള എല്ലാ അവാർഡുകളും കിട്ടിക്കഴിഞ്ഞിട്ട് ചെയ്യുന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതിനകത്തൊരു എന്തെങ്കിലും ഒരു വേറിട്ട സിനിമ ഭാഷയിൽ ഒരു പുതിയ എക്സ്പീരിയൻസ് പ്രേക്ഷകന് സമ്മാനിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിത്. ഇവിടെയും ഇതിൻ്റെ മറ്റ് കഥാകാര്യങ്ങൾ ഡീറ്റെയിലൊക്കെ സിനിമ തന്നെ നേരിട്ട് ഈ സെപ്റ്റംബർ 10-ാം തീയതി പ്രേക്ഷകനോട് നേരിട്ട് സംവദിക്കും. എനിക്ക് പറയാനുള്ളൊരു കാര്യം, മമ്മൂട്ടി എന്ന ആക്ടറിനെ, മമ്മൂട്ടി എന്ന താരത്തിനെ അല്ല, മമ്മൂട്ടി എന്ന ആക്ടറിനെ ഒരുപാട് ആശ്രയിച്ച് തന്നെ രൂപപ്പെടുത്തുന്ന ഒരു സിനിമയാണത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വെർസറ്റാലിറ്റിയുടെ മറ്റൊരു മുഖം വ്യക്തമാവുന്ന ഒന്നാണ്. അവിടെ നേരത്തെ നിങ്ങൾ ഈ കലഹങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ ഉണ്ടായിരുന്നേ ഉള്ളത്, ഈ തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കുന്ന അത്തരം പെരിഫറലായിട്ടുള്ള കൗതുകങ്ങളോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു സിനിമ
അങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നർമ്മം അല്ലെങ്കിൽ കൗതുകം, അതൊന്നുമല്ല എൻ്റെ കാര്യം. ഇത് കേരളത്തിൽ എവിടെയും സംഭവിക്കാവുന്ന, എവിടെയും ജീവിച്ചിരിക്കുന്ന കഥാപാത്രം തന്നെയാണ് പ്രാഞ്ചി എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ അത് കോഴിക്കോടൻ പശ്ചാത്തലത്തിൽ അയാളുടെ പേര് മാറുമായിരുന്നു, തിരുവനന്തപുരത്താണെങ്കിൽ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നേ ഉള്ളൂ. പിന്നെ വൈ തൃശ്ശൂർ എന്നുള്ള ചോദ്യമാണെങ്കിൽ, തൃശ്ശൂരിൻ്റെ കമ്മ്യൂണിറ്റി, തൃശ്ശൂരിൻ്റെ ഒരു വർത്തക സമൂഹം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കൗതുകത്തോടെ നോക്കിയിട്ടാണ്. എനിക്കൊരു 4 വർഷത്തെ ബന്ധമുള്ള നഗരമാണ്, പട്ടണമാണിത്. അപ്പോൾ തൃശ്ശൂർക്കാരായിട്ടുള്ള കച്ചവട പ്രമാണിമാർ, അവരുടെ രീതികൾ, അവർ സമൂഹത്തിനെ മൊത്തം ചുറ്റുപാടിനെ നോക്കിക്കാണുന്ന രീതി, അതിനോട് അവർ കാണിക്കുന്ന അല്ലെങ്കിൽ അതിനോട് അവർ കമൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ വളരെ ഡിഫറെൻ്റാണ്. ഒരു അടിസ്ഥാനപരമായ നർമ്മബോധം നല്ല ലെവലിൽ കിടക്കുന്ന ആൾക്കാരാണ് തൃശ്ശൂർക്കാർ. അപ്പോൾ പ്രാഞ്ചിയെ എങ്ങനെയൊക്കെ, ആ ക്യാരക്ടറിന് അത് ഞാൻ പ്രാഞ്ചി എന്നല്ല പേരിടുന്നത്. എൻ്റെ മനസ്സിൽ ആ ക്യാരക്ടറിൻ്റെ പേര് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആളെ എനിക്കറിയാം, ഞാൻ അയാളെ എവിടെ പ്ലേസ് ചെയ്യണം എന്ന് ആലോചിച്ചിട്ടുള്ള ചിന്തയിൽ നിന്നാണ് തൃശ്ശൂരും തൃശ്ശൂരിൻ്റെ വർത്തക സമൂഹവും മനസ്സിലേക്ക് വരുന്നത്. അപ്പം മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടറുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു വലിയ കാര്യമെന്ന് വെച്ചാൽ മിനിമം വാക്കുകളിൽ ഞാൻ പ്രാഞ്ചിയെക്കുറിച്ച് സംസാരിച്ചു. അത് അദ്ദേഹത്തിന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് തന്നെയാണ് അദ്ദേഹത്തിലെ നടൻ്റെ മുന്നോട്ടുള്ള ഉയർച്ചയുടെ പിന്നിലും ഉള്ള ഒരു വലിയ ചാലക ശക്തി എന്ന് പറയുന്നത്. കാരണം എന്താണോ പുതുതായി തൻ്റെ ശരീരഭാഷയിലൂടെ അവതരിപ്പിക്കാനുള്ളത് എന്ന് അന്വേഷിക്കുന്ന ഒരു ആക്ടറിൻ്റെ മനസ്സിൻ്റെ ഏറ്റവും പുതിയ എക്സാമ്പിളാണ് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ്.